നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനു ശേഷം എന്ത് നടപടിയുണ്ടായി എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ക്രിമിനൽ കേസെടുത്തോ എന്നും പരിശോധിക്കും. ഹർജിയിൽ ഉച്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. മുഹമ്മദ് സാലിഹുണ്ട് വിശദാംശങ്ങളുമായി. സാലിഹ്, നിലവിലത്തെ കോടതി നടപടികൾ ഏത് രീതിയിലായിരുന്നു? വിനിഷ, ഈ ഹർജി പരിഗണിച്ച കോടതി ആദ്യം പ്രാഥമികമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. അഭിഭാഷകയോട് ഈ കേസിൽ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടോ, ഇത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആരോപണമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജഡ്ജ് ചോദിച്ചത്. ഇതിന് പിന്നാലെയാണ് കോടതി വിശദമായ വാദം കേൾക്കണം എന്ന നിലപാട് അറിയിച്ചത്. ഇപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഹർജിയിൽ വിശദമായ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേൾക്കും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായ ബെഞ്ചാണ്, അദ്ദേഹമാണ് ഈ വാദം കേൾക്കുന്നത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്, അതായത് നിലവിൽ താഴെ കോടതിയിലുള്ള ഈ കേസിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് ശേഷം എന്തുണ്ടായി എന്ന കൃത്യമായൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചു. ഇതിൽ ക്രിമിനൽ കേസ് എടുത്തോ എന്ന ചോദ്യവും ഹൈക്കോടതി നിലവിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ വിശദമായ വാദം നടക്കും. അതിനുശേഷം ഈ ഹർജിയിൽ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ തന്റെ മൊബൈൽ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൊബൈലിലും അതോടൊപ്പം കമ്പ്യൂട്ടറിലും ആക്സസ് ചെയ്തു, അത് പരിശോധിച്ചു. അത് കോടതിയുടെ അനുമതിയില്ലാതെ നിയമത്തിന് പുറത്ത് നടന്നതാണ് എന്നതാണ് അതിജീവിതയുടെ വാദം. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു പോയിട്ടുണ്ടാകാമെന്നും അവർ ആരോപിക്കുന്നു, പുറത്തു പോയെന്നും അവർ ആരോപിക്കുന്നു. അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ, സുപ്രീം കോടതി അഭിഭാഷകയായ വൃന്ദ ഗ്രോവറാണ് നിലവിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. വിനിഷ, സ്വാലിഹാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് ശേഷം എന്ത് നടപടിയെടുത്തു എന്ന് ആരാഞ്ഞിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കേൾക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. സാലിഹ് പങ്കുവയ്ക്കുകയായിരുന്നു വിശദാംശങ്ങൾ.